കൊല്ലം അഷ്ടമംഗലം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ധ്വജവൃക്ഷങ്ങളുടെ തൈലാധിവാസം നടത്തി. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യകാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രപന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ എണ്ണ നിക്ഷേപിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഒത്തുകൂടിയത്. കഴിഞ്ഞ മാസം 29-ന് എണ്ണക്കാച്ചൽ ചടങ്ങുകൾ ആചാരവിധി പ്രകാരം നടന്നിരുന്നു. 1650 ലിറ്റർ ശുദ്ധമായ എള്ളെണ്ണയും 65-ൽ പരം ഔഷധാങ്ങാടിക്കൂട്ടുകളും ചേർത്ത് ആചാര്യന്മാർ തയ്യാറാക്കിയ തൈലത്തോണിയിലേക്കാണ് ധ്വജവൃക്ഷങ്ങളെ കിടത്തിയത്. ഭക്തജനങ്ങളും എള്ളെണ്ണ സമർപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ, തുടക്കം മുതൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു അവസരം തന്ന ഈ ദേവസ്വം ബോർഡിനോട് വളരെ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയുന്നത്, ഒരു ക്ഷേത്രത്തിലെ ദേവന്റെയും ദേവിയുടെയും ആത്മാംശം ഉൾക്കൊണ്ട ഒന്നാണ് കൊടിമരം. ആ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ നടക്കുക എന്ന് പറയുന്നത് ആ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തേക്കുമരങ്ങളാണ് ധ്വജവൃക്ഷങ്ങളായി ഉപയോഗിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് മരങ്ങൾ കണ്ടെത്തിയത്. സപ്തതി കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് ധ്വജവൃക്ഷങ്ങൾ രൂപപ്പെടുത്തുന്നത്. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തജന പങ്കാളിത്തത്തോടെയാണ് നേരിട്ടാണ് ഈ വർഷത്തെ ഈ കൊടിമരം നിർമ്മിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ടമായ തൈലാധിവാസം കഴിഞ്ഞു. ഇനി അടുത്ത ചെമ്പ് പറയും മറ്റു കാര്യങ്ങളും അതിന്റെ പണികളും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രാവിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവാഹവും പ്രത്യേക പൂജകളും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിനോദ് കുമാർ, അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബി ജ്യോതിനാഥ്, എസ് അരുൺകുമാർ, എം ആർ വിനോദ്, ബിപിൻ, കെ പ്രഭ, അനന്തകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 കൊല്ലം.